ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റാൻഡമായിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്ത് വെച്ച വീഡിയോസും അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് എടുത്ത വീഡിയോസോടെയും മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണേ. അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഇത് എൻ്റെ ബർത്ത്ഡേയുടെ ഒരു ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വക ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. ഇത് സർപ്രൈസ് ആയിരുന്നു. ജസ്റ്റ് ഒരു 2 hours മുന്നേ ആണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഡിന്നറിന് വന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എന്ത് ഗിഫ്റ്റ് ആണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പണ്ടത്തെ പോലെ എന്നും വ്ളോഗ് ഇടുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ വീഡിയോസ് എടുത്തു തരാൻ വേണ്ടിയിട്ടും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഇവനാണ്. റീസെൻ്റ്ലി ഞാനിട്ട എല്ലാ ഇൻസ്റ്റയിലെ വീഡിയോസും വീഡിയോ എടുത്തു തന്നതും എഡിറ്റ് ചെയ്തതും എല്ലാം ഇവനായിരുന്നു കേട്ടോ. പണ്ടൊക്കെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോമായിരുന്നു. മന്ത്ലി എനിക്കിത് ഇത്ര ടാർഗറ്റ് ഉണ്ടാവും, ഞാൻ ഇത്ര മാത്രം എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല എന്നൊക്കെ ഒരു ഇതിലായിരുന്നു ഞാൻ യൂട്യൂബ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ലൈഫ് എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് നഴ്സിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. യൂട്യൂബ് കൊണ്ടല്ലാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കണം. യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു പേയ്മെൻ്റ് ആണിത്. അതായത് ഈ മാസം നമുക്ക് കിട്ടിയ പേയ്മെൻറ്റ് അടുത്ത മാസം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ജോലി വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജി ഓസ്മോയുടെ 360യുടെ ഒരു ക്യാമറയും പിന്നെ അതുപോലെ തന്നെ ജിംബലും ആയിരുന്നു കേട്ടോ. ഡിജിയുടെ തന്നെ ഒരു ജിംബലും ആയിരുന്നു. കൂടുതലായിട്ട് ഈ ക്യാമറയെ കുറിച്ച് പറയാൻ എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും യൂസ് ചെയ്തിട്ട് എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് റിവ്യൂ പറയാം കേട്ടോ. ഡിന്നറിന് അവൻ ബുക്ക് ചെയ്തത് ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. ക്യാമറയെല്ലാം ഓൺ ആക്കിയിട്ട് കുറേ വീഡിയോസ് എടുത്തും അല്ലാതെ ട്രൈപോഡിലും ഇതിൻ്റെ കൂടെ വേറൊരു സെറ്റ് ഓഫ് ട്രൈപോഡ് പോലത്തെ ഒരു ഇതോടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക്. അത് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നല്ല വ്യൂ ഉള്ള ട്രാവൽ ചെയ്യുമ്പോൾ നല്ല കിട്ടലനായിട്ട് വ്യൂസ് ഉള്ള ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 360യിൽ കിട്ടുമ്പോൾ നല്ല രസമായിട്ട് കിട്ടും. ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു ഈ വർഷത്തെ ബർത്ത്ഡേ. ആ ഒരു ദിവസം കംപ്ലീറ്റ്ലി എനിക്ക് സർപ്രൈസസ്, ഗിഫ്റ്റ് അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരുന്നു. ഇവിടെയും ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് അവൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെയുള്ള ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു. വേറെ ആരും മലയാളികളായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് അവിടെ ഫുള്ള് ഫില്ലായിരുന്നു. ടൂറിസ്റ്റായിരുന്നു, മുഴുവൻ ടൂറിസ്റ്റായിരുന്നു. റീല് അല്ലെങ്കിൽ ഷോർട്സൊക്കെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എഡിറ്റ് ചെയ്തവൻ എനിക്ക് തന്ന് അങ്ങനെ നമ്മൾ ഇടുമൊക്കെ ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടു. പക്ഷേ ലോങ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല അധികം സൗണ്ടൊന്നും ഇല്ലാത്ത ഇതുപോലെ വോയിസ് ഓവറൊക്കെ എടുക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോസ് ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നതും ഷോർട്സൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. ഇത് വേറൊരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ ഗ്രാജുവേഷന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഗ്രാജുവേഷൻ്റെ വീഡിയോ വരാനും കുറച്ച് സമയം എടുക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടിയതിന് ശേഷം സത്യം പറഞ്ഞാൽ ആരെയും അങ്ങനെ കാണാറില്ല കേട്ടോ. ഫോൺ വിളിക്കും, വീഡിയോ കോൾ ചെയ്യുമെന്നല്ലാതെ ഞങ്ങൾ ആരെയും നേരിട്ട് കാണൽ കുറവാണ്. ഇവിടെ തന്നെ ഞാൻ ആകെ 2 തവണയാണ് ഈ വർഷം കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ്. ഞങ്ങൾ പിന്നെ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഗ്രാജുവേഷന് എനിക്ക് ഈ ഒരു ഡ്രസ്സ് നന്നായിട്ട് ഫിറ്റായിരുന്നു, അവൾക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ നമുക്ക് ഒരുമിച്ച് എടുക്കാം, ഒരുപോലത്തെ എടുക്കാമെന്നുള്ള രീതിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയി ഗ്രാജുവേഷൻ്റെ ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സിലോട്ട് ഞങ്ങൾ വീണ്ടും കിടന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ടൈപ്പായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മേടിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിന് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. മാൾട്ടയിലുള്ള ഒരുവിധ എല്ലാ കടയിലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്രാജുവേഷന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. അവസാനം ഏത് കടയിൽ നിന്നാലും പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല, കാരണം ഒത്തിരി കടയിൽ നിന്ന് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്കും എടുത്തു ഒരേ ഡ്രസ്സ് ടൈപ്പ് തന്നെ പല ഇതിൽ. അത് ഗ്രാജുവേഷന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, ബ്ലാക്ക് കളർ വേണമെന്ന്. അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കുറച്ച് വേറെ വെറൈറ്റി കളേഴ്സൊക്കെ ഞാൻ ട്രൈ ചെയ്തേനെ കേട്ടോ. ഇതൊക്കെ ഏകദേശം €40, €30, €50, €60 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്. ഇതൊക്കെ ഏത് കടയാണെന്നറിയില്ല. പക്ഷേ ഇവിടുത്തെ കളക്ഷൻ നല്ല ഗംഭീര കളക്ഷനായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഓരോ ടോപ്പിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 2000, 3000, 4000 ഒക്കെയാണ്. പക്ഷേ കേട്ടോ €35 ആണ് ഈ ഒരു ടോപ്പിന് വരുന്നത്. പക്ഷേ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ കേട്ടോ. ഡ്രസ്സ് മാറി പിന്നെ ഞങ്ങൾ ബാഗിലോട്ടായി. എനിക്കല്ലായിരുന്നു, അവൾക്ക് വേറെ കുറച്ച് ബീച്ച് ടൈപ്പ് ആയിട്ടുള്ള സമ്മറൊക്കെ അല്ലേ, അപ്പോൾ സമ്മറിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബാഗുകളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. എത്ര കടയിൽ കയറിയാലും കുറേ കടയിൽ കയറിയ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ടെൻഷനായി കിട്ടാതെ വന്നപ്പോൾ. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രസ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അവളുടെ ഡ്രസ്സ് ഫിക്സ് ആയി, അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഫിക്സ് ആയില്ല. പിന്നെ ഇവനും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനും കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കാം നമുക്ക് ഇനി പോകും, കാരണം ഞങ്ങൾ ടയേർഡായി. ഏകദേശം ഒരു 2 മണി 3 മണി എങ്ങാണ്ടായിട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ടയേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായി. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ മൂന്ന് വഴിക്കോട്ട് പോയിട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു തട്ടിക്കുട്ടി ബിരിയാണി കണ്ടാലോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഇതായിരുന്നു കേട്ടോ. സത്യമായിട്ടും ആദ്യമായിട്ടാണ് ഞാനൊരു സംഭവം ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നതും അതൊന്ന് സക്സസ് ആയെന്ന് എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യുന്നതും. എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനറിയാം, ഞാൻ എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യുമെന്നാണ്. പക്ഷേ നോ, ഞാനെല്ലാം യൂട്യൂബ് നോക്കിയേ ചെയ്യാറ്. പക്ഷേ ചില സാധനങ്ങൾ ഞാൻ യൂട്യൂബ് നോക്കാതെ വെക്കുമ്പോൾ അതെങ്ങനെയൊക്കെ സക്സസ് ആവാറുണ്ട്. അങ്ങനെ സക്സസ് ആയ ഒരു ബിരിയാണിയാണ് ഈ എൻ്റെ തട്ടിക്കുട്ടി ബിരിയാണി. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കായിരിക്കും ബെസ്റ്റ്. പിന്നെ ഞാനിതിൻ്റെ റെസിപ്പി പറഞ്ഞ് ഉണ്ടാക്കാനുള്ള ഒരു വകയുണ്ടോ എന്ന് വെച്ചാൽ അതെനിക്കറിഞ്ഞോളാം കേട്ടോ. പിന്നെ ഇത് ചിക്കനൊക്കെ ഒന്ന് മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് തിരുമ്മി എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി എടുത്ത് വെച്ചു. പിന്നെ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ. കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം സമയം എടുത്തു. പിന്നെ എൻ്റെ ഈ ഒരു കുഞ്ഞ് സ്റ്റൗവാണ്. അത് സിംഗിളായിട്ട് നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്റ്റൗവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഞാൻ മാൾട്ടയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത് ബിരിയാണിയാണ്, അല്ലെങ്കിൽ നെയ്ച്ചോറ്. ഈ ജീരശാലയുടെ അരി കിട്ടുമല്ലോ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അരിയുടെ ടേസ്റ്റും മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കാം. പക്ഷേ ചോറ് വയ്ക്കുമെങ്കിലും എനിക്ക് തൃപ്തി വരുന്നത് ബിരിയാണി കഴിക്കുമ്പോഴാണ്. പക്ഷേ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൊതി ചോറുണ്ടാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചോറും കറികളുമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തു. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച ആ എണ്ണയില്ലേ, അതിലേക്ക് കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ള, നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി ഒഴിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് കറുകപ്പട്ടയും ഗ്രാമ്പൂ അങ്ങനത്തെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി അരച്ച പേസ്റ്റും ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പെരിഞ്ജീരകം ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. പക്ഷേ അതിനകത്ത് മുഴുവൻ തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. അതിന് മുമ്പ് ആ ഒരു വെള്ളം ചൂടായി വരുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരി അളന്നെടുത്ത് അതൊന്ന് കഴുകി എടുത്ത് വെക്കുക. നന്നായിട്ട് കഴുകി വെള്ളം തോർത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി റൈസ് അവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുകളിലൊക്കെ ഒന്ന് വിതറാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞെടുക്കണം. അതുകൂടാതെ നമുക്ക് ചിക്കൻ കറി സെറ്റാക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സവാള നമുക്ക് മാറ്റി വയ്ക്കാം. അതുകൂടാതെ നമ്മൾ വറുത്ത് കോരി വെച്ച എണ്ണയിലോട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക, വഴറ്റി കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി, ഈ കുരുമുളക് നാട്ടിൽ നിന്നുണ്ട് കുരുമുളക്, ഞാൻ ഇവിടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താണ്. എന്നിട്ട് എനിക്കല്ലാതെ കുരുമുളക് പൊടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ല കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് യോഗട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ചിക്കൻ്റെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിടും പോലെ സംഭവം ഇടും. ആദ്യം കുറച്ച് ചിക്കൻ ഇടും, പിന്നെ കുറച്ച് റൈസ് ഇടും, വീണ്ടും കുറച്ച് ചിക്കൻ ഇടും, പിന്നെ കുറച്ച് റൈസ് ഇടും. അങ്ങനെ അത് നമ്മൾ സെറ്റാക്കി എടുത്തു. ഇതാണ് എൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയായിരുന്നു ഇത്. ഇനി കുറച്ച് നമുക്ക് റൈസിൻ്റെ മുകളിലൊക്കെ വിതറാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നെയ്യുള്ളിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടിട്ട് സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ സവാളയും കൂടിയും വഴറ്റിയെടുത്തത് അതിൻ്റെ മുകളിലോട്ട് ഇട്ടാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അതുപോലെ ഞാൻ ഇച്ചിരി ഒരു പൈനാപ്പിൾ എസൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ നമ്മൾ ഈ ജീരശാലയുടെ അരി ആയതുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ജീരശാലയ്ക്ക് അരിക്ക് ഒരു പ്രത്യേക മണമല്ലേ അത്. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്ത് തട്ടിക്കൂട്ട് ബിരിയാണി. പക്ഷേ എനിക്ക് തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും എനിക്കിത് ഇഷ്ടമായി കേട്ടോ. ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ പറ്റുന്നവരെ ട്രൈ ചെയ്തോട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.